ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും പേരിയിലേക്ക് ഇപ്പോഴും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പേര് ഉള്ളന്നൂർ ചോയ്മൂലയ്ക്ക് അടുത്തുള്ള ഗ്രാമത്തിലാണ്. ഈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കാർഷിക വിളകൾ വാഴ മൊത്തമുണ്ട്, എല്ലാം ഈ വെള്ളത്തിന് അടിയിലായ അവസ്ഥ. ഈ കരയിലാണെങ്കിൽ നിരവധി ആദിവാസി ഊരുകളുണ്ട്. എല്ലാവരും ഈ കൊട്ടത്തോണി ഉപയോഗിച്ചാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. ശക്തമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ്, അതിരൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണോ? 2 ദിവസമായിട്ട് പെയ്യുന്ന കനത്ത മഴയിൽ ഞങ്ങളുടെ വീടുകളിൽ അകത്ത് വെള്ളം കയറാൻ വരെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചോയ്മൂല, നാടുമോട്ടമല ഈ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട കോളനി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതിയുടെ കൊട്ടത്തോണി ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിന്നെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ഒരു കടയിൽ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളമായിട്ട് ഇവിടത്തേക്ക് ഇങ്ങോട്ട് ഈ ഗ്രാമത്തിലേക്ക് വരുന്ന റോഡുകളിൽ എല്ലാ സമയത്തും 1-2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ റോഡുകൾ പൊക്കി എല്ലാ സമയത്തും ഗതാഗത യോഗ്യമാക്കി, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഒരു ആശുപത്രി പോകാനെങ്കിലും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയും കൂടി നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനും കടകളുമായിട്ടും ആശുപത്രികളായിട്ടും ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും. അത് ഇവിടുത്തെ സാഹചര്യത്തിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇനിയിപ്പോൾ മാറി താമസിക്കാന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലും പൊതുജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആദിവാസികളാണ് 90%, 95% ഈ താമസിക്കുന്നത്, പണിയും കുറിച്ച് അടക്കമുള്ളവർ. എന്നിരുന്നാലും ഒന്ന് മാറി താമസിക്കണമെങ്കിൽ പേരേക്ക് പോകണം. ജില്ലയിൽ പല ഭാഗത്തും മഴ കുറഞ്ഞെങ്കിലും ഈ കണ്ണൂരുമായി അതിർത്തി പങ്കിടുന്ന മലപ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. അത് കാരണം താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വാഴകൃഷികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഇവിടെ. ഒരുപാട് വാഴകൃഷിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാഴക്കന്നുകളും പിന്നെ അതുപോലെ കുറേ വാഴകൾ വീണിട്ടും അങ്ങനെ നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വാഴയിൽ വെള്ളം പരിഞ്ഞാലേ അതിൻ്റെ സ്ഥിതി എന്തല്ല എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മറുഭാഗത്ത് നിരവധി കോളനികളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ പെട്ടെന്നായിരുന്നു മഴ ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ വരെ പിന്നെ വെള്ളം പുഴയിൽ ഒതുങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഈ കോലത്തിലായ വാഴ തേച്ചും വെള്ളത്തിലുള്ള വല്ലാണ്ട് നമുക്ക് കൃഷിനാശം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാഴക്കന്ന് കുറെ ഒലിച്ചു പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പൂർണ്ണമായും കാർഷിക പ്രദേശമാണ്. നമുക്കിത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വാഴകൃഷി ഒക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ആദിവാസി ഊരുകളുണ്ട്. എല്ലാവരും ഒറ്റപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ ഒറ്റപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് അടിയന്തര സഹായം എത്തിക്കാനും പഞ്ചായത്തൊക്കെ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. കാരണം ജില്ലയിൽ പല ഭാഗങ്ങളിൽ മഴ കുറഞ്ഞെങ്കിലും പേരിയ ഈ മേഖലയിൽ അതിശക്തമായ മഴ ഇപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ട്.